ഹായ് ഹലോ എല്ലാവർക്കും സുഖമാണെന്ന് കരുതുന്നു. ഞാൻ നല്ലൊരു വീഡിയോ ഇട്ടിരുന്നു. ഇന്ന് അടുത്ത വീഡിയോ ആയിട്ട് വന്നിരിക്കുകയാണ്. ഞാൻ ഈ വീഡിയോ ഒക്കെ ഇടുന്നത് പ്രത്യേകിച്ചും എൻ്റെ പ്രിയപ്പെട്ട വീട്ടമ്മമാർക്ക് വേണ്ടിയിട്ടാണ്. ബിക്കോസ് ഞാനൊരു വീട്ടമ്മയാണ്. എനിക്കിതൊക്കെ പഠിക്കണമെന്ന് വലിയ ആഗ്രഹം ഉണ്ടായിരുന്നു. പക്ഷേ എൻ്റെ ജോലിക്കിടയിൽ ഇതിനൊക്കെ എവിടെയാണ് നേരം എന്ന് കരുതുകയാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് വേണ്ടിയിട്ട് കുറച്ച് സമയം മാറ്റി വെക്കണം. നിങ്ങൾക്കൊരു ഹോബി ആയിട്ടോ അല്ലെങ്കിൽ ഒരു വരുമാന മാർഗ്ഗമായിട്ടോ മാറ്റിയെടുക്കാൻ പറ്റുന്ന വർക്കാണിത്. നിങ്ങൾക്ക് ഒരു സ്ട്രെസ് റിലീഫ് തന്നെ ഈ വർക്കിലൂടെ നിങ്ങൾക്ക് കിട്ടും. അത് ചെയ്ത് നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും. പിന്നെ ഒരുപാട് കാശൊക്കെ ഇതിനു വേണ്ടി നമ്മൾ എന്തിനല്ലേ പുറത്തേക്ക് കളയുന്നത്? നമുക്ക് തന്നെ ചെയ്തെടുക്കാൻ പറ്റുകയാണെങ്കിൽ അത് തന്നെ ഒരു വലിയ കാര്യമല്ലേ അല്ലേ? ഞാൻ ഇന്നലെ റണ്ണിങ് സ്റ്റിച്ച് പഠിപ്പിച്ചിരുന്നു. ഇന്ന് നമ്മൾ അടുത്ത് ബാക്ക് സ്റ്റിച്ച് പഠിക്കാൻ പോവാണ്. നിങ്ങൾ പഠിക്കണമെന്ന് വിചാരിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ എൻ്റെ വീഡിയോ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം, എന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്യണം. തീർച്ചയായിട്ടും ഞാൻ നിങ്ങളെ ഹെൽപ്പ് ചെയ്യുന്നതാണ്. നിങ്ങൾക്ക് എൻ്റെ വാട്സപ്പ് ക്ലാസ് ഉണ്ട്, ലൈവ് ക്ലാസ്. അതിൽ വരാൻ താല്പര്യമുണ്ടെങ്കിൽ എനിക്ക് മെസ്സേജ് അയച്ചാൽ മതി. നിങ്ങൾക്ക് പഠിക്കണമെന്ന് ചിന്തിക്കുന്നുണ്ടെങ്കിൽ ഒട്ടും പഠിക്കേണ്ട. ഞാൻ ഫ്രീ ക്ലാസ് ആണ് എടുക്കുന്നത്. സോ നിങ്ങൾക്ക് ഒട്ടും ചിലവൊന്നുമില്ല. നിങ്ങൾക്ക് ഈസി ആയിട്ട് പഠിച്ചെടുക്കാവുന്നതാണ്. ഒരു പഠിക്കാനുള്ള മനസ്സുണ്ടായാൽ മതി. ക്ഷമയോടെ ഇരുന്ന് ചെയ്താൽ അടിപൊളിയായിട്ട് നിങ്ങളെക്കൊണ്ട് ചെയ്തെടുക്കാൻ പറ്റും. ബാക്ക് സ്റ്റിച്ച് പഠിക്കാം. ബാക്ക് സ്റ്റിച്ചും റണ്ണിങ് സ്റ്റിച്ചും പോലെ തന്നെ വളരെ ഈസി ആയിട്ടുള്ള സ്റ്റിച്ചാണ്. ഔട്ട്ലൈനൊക്കെ കൊടുക്കാൻ പറ്റുന്ന ഒരു സ്റ്റിച്ചാണ്. പഠിക്കാനും ചെയ്യാനും വളരെ എളുപ്പമാണ് കേട്ടോ. ഞാൻ 642 എന്നൊക്കെ എഴുതുന്നുണ്ട്. അത് 6 ത്രെഡാണ്, എംബ്രോയിഡറി ത്രെഡ്. അതിന് 4 ആയിട്ടും 2 ആയിട്ടും നമ്മൾ ഡിവൈഡ് ചെയ്തിട്ട് ത്രെഡ് എടുക്കും. അത് വെച്ച് ചെയ്യുന്നതാണ്. കണ്ടില്ലേ, റണ്ണിങ് സ്റ്റിച്ച് ഞാൻ ചെയ്തതിൽ തന്നെ ഇത് 6 ത്രെഡ് യൂസ് ചെയ്തിട്ട് ചെയ്തതാണ്. കണ്ടില്ലേ, ആ തുണിയിൽ കണ്ടില്ലേ, നൂലിൻ്റെ ഒരു പൊക്കം കണ്ടില്ലേ, ഒരു മാറ്റം കണ്ടില്ലേ നിങ്ങൾ? ആ 4 ത്രെഡാണ് ഇത്. കണ്ടോ, കുറച്ചും കൂടെ 6നേക്കാളൊന്നും കൂടെ പതിഞ്ഞു. 2 കൊണ്ട് നോക്കൂ, നന്നായിട്ട് പതിഞ്ഞു കണ്ടില്ലേ? അപ്പം നമ്മൾ ഓരോ സ്റ്റിച്ചിനും ഒരു ത്രെഡ് യൂസ് ചെയ്യുമ്പോൾ ആ ഒരു വ്യത്യാസം നമുക്ക് മനസ്സിലാവും. നമ്മൾ ചെയ്യുമ്പോൾ തന്നെ മനസ്സിലാക്കി വെച്ചാൽ ഇത് നമുക്ക് പിന്നീട് എടുത്ത് നോക്കുമ്പോൾ ഒരു റെഫറൻസ് ആണ് അല്ലേ? ഒരു പിക്ചർ കാണുമ്പോൾ ഇന്ന സ്റ്റിച്ച് ചെയ്യണമെങ്കിൽ ആ സ്റ്റിച്ചിലേക്ക് എത്ര ത്രെഡ് യൂസ് ചെയ്യണമെന്ന് ഇത് കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും. അതിന് വേണ്ടിയിട്ടാണ് ഞാനിങ്ങനെ 3 എണ്ണമായിട്ട് ചെയ്യിപ്പിക്കുന്നത്. ഞാനിത് കുറച്ചേ ചെയ്യുന്നുള്ളൂ, നിങ്ങൾക്ക് കാണിച്ചു തരാൻ വേണ്ടി മാത്രം. പക്ഷേ നിങ്ങൾ ചെയ്യുമ്പം ഈ ബോർഡർ സ്റ്റാർട്ട് ടു ബോർഡർ എൻഡ് വരെ ചെയ്യണം. അപ്പം നിങ്ങൾ സ്റ്റാർട്ടിൽ നിന്ന് ചെയ്ത് പഠിക്കുമ്പം എൻഡിലേക്ക് എത്തുമ്പോൾ തന്നെ നിങ്ങളിത് പൂർണ്ണമായിട്ട് പഠിച്ചിട്ടുണ്ടാവും. നമുക്കിനി ആവശ്യത്തിനുള്ള ത്രെഡ് എടുക്കാം. ആവശ്യത്തിന് മാത്രം എടുക്കുക. ഒരുപാട് എടുത്തു കഴിഞ്ഞാൽ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ കെട്ട് കുടുങ്ങാൻ സാധ്യത ഉണ്ട്. അതുകൊണ്ട് ആവശ്യത്തിന് മാത്രം എടുക്കുക. ഇതിപ്പം നോക്കൂ, ഇതിപ്പം 6 ത്രെഡാണ്. ഞാനത് കോർത്തെടുത്തിട്ടുണ്ട്. കണ്ടോ, ഇതിൽ നമുക്ക് അടിയിലൊരു കെട്ടിടാം. കണ്ടോ, ഒന്ന് വലുതും ഒന്ന് ചെറുതായിട്ട് എടുത്തിരിക്കുകയാണ്. ആ വലുതിലാണ് നമ്മൾ കെട്ടിട്ടിരിക്കുന്നത്. ഇനി നമുക്ക് ഹൂപ്പ് എടുത്തിട്ട് ഹൂപ്പ് ഇതിൽ ഫിറ്റ് ചെയ്യാം. കണ്ടോ, സ്ക്രൂ ഒന്നും ഇല്ലാത്ത ഭാഗമാണ് നമ്മൾ അടിയിലേക്ക് വെക്കുന്നത്. ക്ലോത്തൊക്കെ നീറ്റ് ചെയ്ത് കൊടുത്തിട്ട് ആ സ്ക്രൂ ഒക്കെ ഉള്ള ഭാഗം നമുക്ക് മേലെ വെച്ചിട്ട് അത് നല്ല ഫിറ്റ് ചെയ്ത് കൊടുക്കാം. അപ്പം നല്ല ടൈറ്റായിട്ട് കിട്ടിയിട്ടുണ്ട്, കണ്ടില്ലേ? ഇനി നമുക്ക് സ്റ്റിച്ചിങ് തുടങ്ങാം. ഞാൻ ഫസ്റ്റ് 6 ത്രെഡാണ് തുടങ്ങുന്നത്. ഇത് ഇവിടെ നിന്നാണ് ഒന്ന് അടിയിൽ നിന്ന് കുത്തി മേലോട്ട് എടുക്കുക. കണ്ടില്ലേ, മേലോട്ട് വന്നത് കണ്ടില്ലേ? എന്നിട്ട് കണ്ടോ, ഞാൻ ഈ വര വരച്ചത് നിങ്ങൾക്ക് കാണാനുള്ള എളുപ്പത്തിലാട്ടോ. ഏത് പിക്ചറിലാണെങ്കിലും നമുക്ക് ഈ സ്റ്റിച്ചൊക്കെ ചെയ്യാവുന്നതാണ്. ഞാൻ പിന്നെ ഒരു ലൈൻ ഇട്ടിട്ട് നിങ്ങൾക്ക് മനസ്സിലാവാൻ വേണ്ടിയിട്ടാണ് കാണിക്കുന്നത്. എന്നിട്ട് നമ്മൾ കുത്തി താഴെ തൊട്ടെടുത്ത് വളരെ പതുക്കെ ചെയ്താൽ മതി. ആദ്യമായിട്ടൊക്കെ ചെയ്യല്ലേ, അപ്പം തിരക്ക് പിടിച്ചൊന്നും ചെയ്യേണ്ട. വളരെ ക്ഷമയോടെ സമാധാനമായിട്ട് ചെയ്താൽ മതി. കണ്ടോ, ലൈനിലേക്ക് വന്നു. അത് നമുക്ക് ഇനിയിപ്പോൾ നമ്മൾ സൂചി നൂല് അടിയിലാണല്ലോ, അത് ഇനിയിപ്പോൾ കുറച്ച് ഗ്യാപ്പ് ഇട്ടിട്ട് നമുക്കത് പുറത്തേക്ക് എടുക്കാം. കണ്ടോ, പുറത്തേക്ക് എടുത്തിട്ടുണ്ട്.
നൂല് ഇങ്ങോട്ട് ഫുള്ളായിട്ട് കയറ്റിയതിന് ശേഷം അപ്പോൾ ഇതാ ടൈറ്റ് ഒന്ന് നൂല് വലിക്കുമ്പോൾ ടൈറ്റ് ആയില്ലേ. എന്നിട്ട് ഇതാ ആദ്യം ഈ നൂല് ഇറക്കിയ ഹോളില്ലേ, താഴത്തോട്ട് ഇറക്കിയ ഹോള്, ആ ഹോളിലേക്ക് നമ്മൾ ഈ സൂചി ഇതാ കുത്തി ഇറക്കുകയാണ് താഴത്തോട്ട്. കണ്ടോ അപ്പോൾ ഒരു ഗ്യാപ്പൊന്നുമില്ല, ഇപ്പോൾ ഒരു ലൈന് പോലെ വന്നില്ല അത്. ഇനി നമുക്ക് അതുപോലെ തന്നെ ആവർത്തിച്ച് ചെയ്യാം. താഴത്തുള്ള സൂചി നമുക്ക് ഗ്യാപ്പ് ഇട്ടിട്ട് മേലോട്ട് കയറ്റാം. എന്നിട്ട് ഈ നൂല് എവിടെയാണോ ഇറക്കിയ ആ ഹോളിലേക്ക് പിന്നെയും നമുക്ക് ഈ സൂചി കയറ്റി ഇറക്കാം. കണ്ടോ, നമുക്കിനി ഇത് ആവർത്തിച്ച് ചെയ്താൽ മതി. ഇത് കണ്ടോ ഏറ്റവും എളുപ്പമല്ലേ അല്ലേ? എന്ത് എളുപ്പമാണ് പഠിച്ചെടുക്കാൻ. നോക്കൂ, ഇതിൻ്റെ ബാക്ക് നോക്കൂ, അല്ലേ? ഞാൻ ഫുള്ള് ചെയ്തെടുത്തിട്ടുണ്ട്. നമുക്കൊന്ന് കെട്ടിക്കൊടുക്കാം. ബാക്ക് സ്റ്റിച്ചിൻ്റെ ബാക്ക് തന്നെ കാണാൻ ഭയങ്കര രസമുണ്ടല്ലേ? നല്ല രസമല്ലേ കാണാൻ തന്നെ? ഫ്രണ്ട് നോക്ക്, കണ്ടല്ലേ? ഇനി നമുക്ക് 4 ത്രെഡ് യൂസ് ചെയ്യാം. അതിന് വേണ്ടിയിട്ട് ഞാൻ കുറച്ചും കൂടെ ത്രെഡ് എടുക്കുന്നുണ്ട്. കുറച്ചെടുത്താൽ മതി കേട്ടോ. എന്ത് ചെയ്യുമ്പോഴും കുറച്ചെടുക്കുക, ആവശ്യത്തിനുള്ള മാത്രം എടുക്കുക. കണ്ടോ, കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇത് കണ്ടത് 6 ത്രെഡാണുള്ളത്. നമുക്ക് 2ഉം 4ആയിട്ട് ഡിവൈഡ് ചെയ്തെടുക്കാം. കണ്ടോ, ഇത് 2ഉം അത് 4ഉം ആണ്. കണ്ടില്ലേ, 4ഉം 2ഉം നമുക്ക് ഇനി ഒന്ന് ഡിവൈഡ് ചെയ്തെടുക്കാം. ഇത് 4 ആണ്, ഇത് 2 ആണ്. 2 ഞാൻ അങ്ങോട്ട് മാറ്റി വെക്കുന്നുണ്ട്. നമുക്കിനി 4ൽ ചെയ്യാം. ഇത് വ്യത്യാസമൊന്നുമില്ല, ബാക്ക് സ്റ്റിച്ച് എന്താണോ അത് തന്നെയാണ് ഇതിലും ചെയ്യുന്നത്. പക്ഷേ നമ്മൾ ത്രെഡിൻ്റെ അളവ് കുറയ്ക്കാമെന്ന് മാത്രമേ ചെയ്യുന്നുള്ളൂ. ത്രെഡിൻ്റെ അളവ് കുറയ്ക്കുമ്പോൾ ആ പിക്ചറിനനുസരിച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യും, ത്രെഡ് കുറച്ച് മാനേജ് ചെയ്ത് കിട്ടും. പൊക്കവും ഒന്ന് പതിഞ്ഞിട്ടും എന്തൊക്കെയാണ് വേണ്ടതെന്ന് വെച്ചാൽ അതിനനുസരിച്ച് നമുക്ക് മാനേജ് ചെയ്യാൻ പറ്റും. അപ്പോൾ അതേപോലെ തന്നെ നമുക്ക് ചെയ്യാം. ഒന്ന് ഇവിടെ നിന്ന് കുത്തുന്നു, അതൊന്നിട്ട് പുറത്തേക്ക് എടുക്കുകയാണ് സൂചി. ഒരു ഇത്തിരി ഗ്യാപ്പ് ഇട്ടിട്ട് താഴത്തേക്ക് ഇറക്കുകയാണ്. ഉണ്ടല്ലേ? അവിടെ നിന്ന് ഇനി ഇപ്പോൾ അടുത്ത് നമുക്കിനി കയറ്റി വരാം. ഇനി നമുക്കിത് വേണമെങ്കിൽ നോക്കൂ, ശ്രദ്ധിച്ചോളൂ, ഇങ്ങനെ കുത്തിയിട്ട് ഇറക്കുക. കണ്ടോ, ഗ്യാപ്പ് ഇട്ടിട്ടുണ്ട്. കണ്ടോ, ഇതുപോലും ചെയ്തെടുക്കാം. കണ്ടോ, ഇങ്ങനെ ആ അടിയിലേക്ക് നമ്മൾ അടിയിൽ നിന്ന് പിന്നെ കൊണ്ടുവരുന്നതിനേക്കാളും കുറച്ചും കൂടെ റണ്ണിങ് സ്റ്റിച്ച് ഞാൻ വിട്ട വീഡിയോയിലായിരുന്നു, അതിൽ കൊണ്ടുപോയ പോലെ തന്നെ ഇതും നമുക്ക് ബാക്ക് സ്റ്റിച്ചിൻ്റെ ത്രെഡും ഇങ്ങനെ കൊണ്ടുപോകാൻ പറ്റും. നമ്മളൊന്നും ചെയ്താൽ മതി കേട്ടോ. ഈ ഇറക്കുന്നത് പിന്നീട് നേരെ ഇങ്ങനെ തന്നെ കുത്തിയാൽ മതി, സൂചി ഇപ്പുറത്തേക്ക് ഗ്യാപ്പിട്ടിട്ട്. അപ്പം നമുക്ക് താഴത്ത് കൊണ്ടുപോയിട്ട് ഇങ്ങോട്ട് കയറ്റി കുത്തേണ്ട ആവശ്യമില്ല. മനസ്സിലായില്ലേ? നമ്മളിവിടെ സൂചി ഇറക്കുമല്ലോ നൂല് ആ ഹോളിൽ കൂടെ, എന്നിട്ട് കുറച്ച് ഗ്യാപ്പ് ഇട്ടിട്ട് കയറ്റും. ആ ഗ്യാപ്പ് ഇട്ട് കയറ്റുന്നത് നമ്മൾ ഇങ്ങനെ തന്നെ ഗ്യാപ്പ് ഇട്ടിട്ട് കുത്തി കഴിഞ്ഞാൽ നമുക്ക് എങ്ങനെ എടുക്കാം, സൂചി ഇങ്ങനെ പുറത്തേക്ക് എടുക്കാം. ഞാനതും ചെയ്ത് ഫിനിഷ് ചെയ്തിട്ടുണ്ട്. ഇനി 2 ത്രെഡിൻ്റെയാണ് ചെയ്യാൻ പോകുന്നത്. ഞാൻ 2 ത്രെഡ് മാറ്റി വെക്കുന്നുണ്ട്. ഇനി നമുക്ക് ഈ നീഡിൽ ഉപയോഗിച്ചിട്ടാണ് ഇത്രയും സ്റ്റിച്ച് ചെയ്തത്. ഇത് എംബ്രോയിഡറി നീഡിലാണ്. ഇത് നീഡിൽ ബോക്സിൽ വരുന്ന എംബ്രോയിഡറി നീഡിലാണ്, കുഞ്ഞൻ നീഡിൽ. ഇതിൻ്റെ പ്രത്യേകം എന്താ വെച്ചാൽ കണ്ടില്ല, ഇതിൻ്റെ ഹോള് നോക്കൂ, കണ്ടോ, കുറച്ച് നീളം എങ്ങനെയാണ്. എംബ്രോയിഡറിൻ്റെ ത്രെഡൊക്കെ നല്ല എളുപ്പത്തിൽ കയറ്റാൻ പറ്റുന്നതാണ്. ഈ നീഡിൽ നമുക്ക് ചെറിയ സ്റ്റിച്ചിനൊക്കെ നമുക്ക് ഈ നീഡിൽ യൂസ് ചെയ്യുകയാണെങ്കിൽ കുറച്ച് വൃത്തി കിട്ടും. ഇത് കുറച്ച് നൂലല്ലേ, അപ്പോൾ കുറച്ച് നൂലിൽ ചെറിയ നീഡിലാണ് ഉപയോഗിക്കുമ്പോൾ ചെറിയ ഹോളാണ് വരിക. അപ്പോൾ വലിയ നീഡിലുകൊണ്ട് വലിയ ഹോളല്ലേ വരിക. അപ്പോൾ നമുക്ക് ചെറിയ സ്റ്റിച്ചിനൊക്കെ എന്ത് ചെയ്യാം, ചെറിയ നീഡിൽ ഉപയോഗിക്കാം. അപ്പോൾ നിങ്ങളെ കയ്യിൽ ഈ വലിയ നീഡിലുള്ളെങ്കിൽ അത് മതി കേട്ടോ.
ഞാൻ പിന്നെ നിങ്ങൾക്ക് കാണിച്ചു തരാൻ വേണ്ടിയിട്ട് ചെറിയ നീഡിൽ ഉപയോഗിച്ചു എന്നേ ഉള്ളൂ. വലിയ നീഡിലുകൊണ്ട് ചെയ്യാം, വലിയ നീഡിലുകൊണ്ട് ചെയ്യാം, പിന്നെ ചെറുതുണ്ടെങ്കിൽ ചെറുതുകൊണ്ട് ചെയ്യാം. ഞാൻ ഒന്ന് കോരത്തെടുത്താട്ടെ. സ്റ്റിച്ചിങ്ങിന് മാറ്റമൊന്നുമില്ല കേട്ടോ. ഇതിപ്പം 4ഉം 6ഉം ചെയ്ത പോലെ തന്നെ 2ഉം. ഞാൻ പിന്നെ ത്രെഡിൻ്റെ ഒരു വ്യത്യാസത്തിന് വേണ്ടിയിട്ടാണ്, മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നതുള്ളൂ കേട്ടോ. കണ്ടില്ലേ, ആ ഹോളിൽ കൂടെ എടുത്തിട്ട് കുറച്ച് ഗ്യാപ്പ് ഇട്ടിട്ട് കുത്തുക, എന്നിട്ട് കൊണ്ട് വലിച്ചാൽ മതി. അപ്പം നമുക്ക് താഴത്തോട്ട് കൊണ്ടുപോയിട്ട് താഴത്തു നിന്ന് മേലോട്ട് കൊണ്ടുവരേണ്ട ആ ഒരു ഇത് വേണ്ട, ടൈം വേണ്ട, കുറച്ചും കൂടി ഈസി ആയിട്ട് ചെയ്യാം. ഞാനത് വ്യക്തമായിട്ട് റണ്ണിങ് സ്റ്റിച്ചിൽ കാണിച്ചിട്ടുണ്ട്. നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ അതിൽ നോക്കാം. ഇത് കണ്ടാൽ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും, ഇതൊക്കെ വളരെ ഈസി ആയിട്ടുള്ള സ്റ്റിച്ചാണ്. കണ്ടോ, അത് ഞാൻ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. കണ്ടില്ലേ, ഇതിൻ്റെ വ്യത്യാസം നോക്കൂ. ബാക്ക് സ്റ്റിച്ച് ഞാൻ 6 ത്രെഡ് യൂസ് ചെയ്തതിൻ്റെ കട്ടി കണ്ടില്ലേ, നല്ല പൊന്തി നിൽക്കുന്നില്ലേ ഇത് തുണിയിൽ. 4th ത്രെഡ് നോക്കൂ, കുറച്ചും കൂടെ ഒന്ന് ഒതുങ്ങി കണ്ടില്ലേ. അപ്പോൾ 2 ത്രെഡ് നോക്കൂ, നല്ല പറ്റി കിടക്കുന്നില്ലേ. അത് കുഞ്ഞു സ്റ്റിച്ചിലൊക്കെ ഇത് യൂസ് ചെയ്യുമ്പോൾ കുറച്ച് നല്ല ഭംഗിയായിരിക്കും. ഇനി ഞാൻ ചെയ്തൊരു വർക്ക് കാണിച്ചു തരാം നിങ്ങൾക്ക്. ഇത് ഞാൻ ബാക്ക് സ്റ്റിച്ച് കൊണ്ട് ചെയ്തിട്ടുള്ളൊരു വർക്കാണ്. കണ്ടോ, ഇത് ഞാൻ വലിയ ഈ സ്റ്റിച്ചൊക്കെ 6 ത്രെഡാണ് യൂസ് ചെയ്തത്. കണ്ടോ, ഈ കുഞ്ഞ മീശയൊക്കെ കണ്ടോ, നമ്മൾ പൂച്ചൻ്റെ കുഞ്ഞ മീശ, ഈ കുഞ്ഞ ലീഫ്, പൂവ്, നമ്മളെ കുഞ്ഞ കിളി, ഈ വാലിൻ്റെ ഉള്ളിലുള്ള വന്ന വരകൾ, അതൊക്കെ ഞാൻ 2 ത്രെഡ് യൂസ് ചെയ്തിട്ടാണ് ചെയ്തത്. കണ്ടോ, നമുക്കിത് ഒരു വീട്ടിലൊക്കെ നമുക്ക് ഹൂപ്പിൽ ചെയ്തെടുത്ത് ഒരു ഡെക്കറായിട്ടോ അല്ലെങ്കിൽ നമുക്കൊരു ഗിഫ്റ്റൊക്കെ ആയിട്ടോ കൊടുക്കാൻ വലിയ എളുപ്പമല്ലേ അല്ലേ? വലിയ എളുപ്പമാണ്, നല്ല രസമില്ലേ കാണാൻ. നിങ്ങളൊക്കെ ഒന്ന് ചെയ്ത് നോക്കണം. വളരെ എളുപ്പമാണ് നമുക്ക് പഠിച്ചെടുക്കാൻ. കണ്ടോ, ബാക്ക് ഞാൻ ഇതിങ്ങനെ റൗണ്ട് കട്ട് ചെയ്തിട്ട് ഒന്ന് റണ്ണിങ് സ്റ്റിച്ച് ചെയ്ത് കൊടുത്താൽ അത് അപ്പം വലിഞ്ഞ് കിട്ടും. എന്നിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഒന്ന് ക്രോസ് ചെയ്ത് കൊടുത്താൽ ബാക്ക് നല്ല ലോക്കായി നല്ല ഫിറ്റായി കിടക്കും. ഫ്രണ്ട് കാണാനും നല്ല പെർഫെക്ഷൻ ആയിരിക്കും. നിങ്ങളൊക്കെ ഇങ്ങനെ ചെയ്യുമെന്ന് ഞാൻ വിചാരിക്കുന്നു. ഈ ക്ലാസ്സിലുള്ളവരോടാണെങ്കിൽ നിങ്ങൾ അടുത്ത ക്ലാസ്സിലേക്ക് ഈ ഹൂപ്പിൽ വർക്ക് ചെയ്തിട്ടിടാനുള്ളതാണ്. മറക്കാതെ നിങ്ങളെല്ലാവരും ഇതിടണം. സോ താങ്ക് യു ഫോർ വാച്ചിങ്.